തെന്നാലി രാമൻ കഥകൾ തുടരുന്നു. രാജ്യത്ത് എലികളുടെ ശല്യം ഏറി വന്നു. അവ മനുഷ്യരുടെ കൃഷികളെല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. എലികളുടെ ശല്യം കൊണ്ട് പ്രജകൾ വീർപ്പുമുട്ടി. ചക്രവർത്തി ആകെ വിഷമത്തിലായി. ആ രാജ്യത്ത് പൂച്ചകളാണെങ്കിൽ ഒരെണ്ണം പോലുമില്ല. ഒടുവിൽ ഈ ദുസ്ഥിതിക്ക് ഒരു പരിഹാരം ചക്രവർത്തി കണ്ടെത്തി. അന്യദേശത്ത് നിന്ന് 1000 പൂച്ചകളെ ഇറക്കുമതി ചെയ്യുക. അങ്ങനെ ശൗര്യവും ശക്തിയുമുള്ള 1000 പൂച്ചകളെ വരുത്തി. 1000 പൂച്ചകളെ ഒന്നിച്ച് കൊട്ടാരത്തിൽ താമസിപ്പിക്കുവാൻ പറ്റുമോ? തന്നെയുമല്ല, കൊട്ടാരത്തിൽ മാത്രമല്ലല്ലോ എലിശല്യം. അതിനും രാജാവ് ഒരു വഴി കണ്ടുപിടിച്ചു. ഓരോ വീട്ടിലും ഓരോ പൂച്ചയെ നോക്കണം. ചക്രവർത്തി കൽപ്പിച്ചു. പൂച്ചയ്ക്ക് പാൽ കൊടുക്കാതെ പറ്റില്ലല്ലോ. ഓരോ വീട്ടുടമസ്ഥനും ഓരോ പശുവിനെയും കൊടുത്തു. പശുവിൻ്റെ ചെലവ് കൊട്ടാരത്തിൽ നിന്നും വഹിച്ചു. അങ്ങനെ കൊട്ടാരം വിദൂഷകനും ഒരു പൂച്ചയെയും ഒരു പശുവിനെയും കിട്ടി. വിദൂഷകന് വളരെ സന്തോഷമായി. പൂച്ച എങ്ങനെയും പോയി തുലയട്ടെ, തനിക്കും കുടുംബത്തിനും ധാരാളം പാൽ കുടിക്കണം. അയാൾ അതിനൊരു സൂത്രം കണ്ടുപിടിച്ചു. ആദ്യ ദിനം പശുവിനെ കറന്നു. ധാരാളം പാൽ. പൂച്ച പാൽ കുടിക്കാനിരുന്നു. ഒരു പരന്ന പാത്രത്തിൽ പാലൊഴിച്ചു. വളരെ ചൂടുള്ള പാലായിരുന്നു. പാൽപാത്രം പൂച്ചയുടെ മുമ്പിൽ വച്ചു. പൂച്ച അത്യാർത്തിയോടെ പാൽ നക്കി. ഒരേയൊരു പ്രാവശ്യം പൂച്ച തിരിഞ്ഞൊരോട്ടം. അതിൻ്റെ ചുണ്ടും നാക്കും പൊള്ളി. പിറ്റേ ദിവസം രാമൻ പൂച്ചയ്ക്ക് തിളപ്പിക്കാത്ത പാൽ കൊടുത്തു. അപ്പോൾ പൂച്ച പാൽ കുടിക്കാതെ ഒരൊറ്റ ഓട്ടം. ഇനി മേലിൽ പാൽ വേണ്ട എന്ന് പൂച്ച തീരുമാനിച്ചുറപ്പിച്ചു. പൊള്ളുമെന്ന പേടിയായിരുന്നു കാരണം. മാസങ്ങൾ പലത് കടന്നുപോയി. താൻ കൊടുത്ത പൂച്ചകളെല്ലാം ഉണ്ടോ? അതിൻ്റെ ശാരീരിക അവസ്ഥ എന്ത്? ഇതൊന്ന് നേരിട്ടറിയണമെന്ന് ചക്രവർത്തിക്ക് തോന്നി. അടുത്ത ദിവസം തന്നെ എല്ലാവരും പൂച്ചകളെ കൊട്ടാരത്തിൽ കൊണ്ടു ചെല്ലണമെന്ന് ചക്രവർത്തി ഉത്തരവിട്ടു. നിശ്ചയിച്ച ദിവസം തന്നെ പൂച്ചകളെയും കൊണ്ട് അവയുടെ ഉടമസ്ഥർ നിരനിരയായി നിന്നു. ചക്രവർത്തി പൂച്ചകളെ പരിശോധിച്ചു. ചുറ്റി നടന്നു. എല്ലാം തടിച്ചു കൊഴുത്ത പൂച്ചകൾ. പെട്ടെന്ന് ചക്രവർത്തിയുടെ ശ്രദ്ധ ഒരു പൂച്ചയുടെ മേൽ പതിഞ്ഞു. ഇതെന്തൊരു പൂച്ച? മാംസം എന്നത് പൂച്ചയുടെ ശരീരത്ത് കണി കാണാനില്ല. പൂച്ചയുടെ ശരീരത്തെ രോമമെല്ലാം പറഞ്ഞു പോയിരിക്കുന്നു. പൂച്ചയുടെ ഉടമസ്ഥനെ രാജാവ് അന്വേഷിച്ചു. കൊട്ടാരത്തിലെ വിദൂഷകനായിരുന്നു പൂച്ചയുടെ ഉടമസ്ഥൻ. എന്താ, നിങ്ങളുടെ പൂച്ചയ്ക്ക് എന്തു പറ്റി? ചക്രവർത്തി അന്വേഷിച്ചു. തിരുമേനി, അടിയന്റെ പൂച്ച ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. പാല് കുടിക്കാത്ത പൂച്ച. രാമൻ നിരപരാധി എന്ന ഭാവത്തിൽ മറുപടി നൽകി. പാല് കുടിക്കാത്ത പൂച്ചയോ? അങ്ങനെയാണെങ്കിൽ പരീക്ഷിച്ചു നോക്കുക തന്നെ. അയാൾ പറഞ്ഞത് ശരിയാണെങ്കിലോ ചക്രവർത്തി അയാൾക്ക് 100 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനിക്കും. തെറ്റാണെങ്കിൽ 100 അടിയും. ഈ കരാർ വിദൂഷകന് സമ്മതമായി. ചക്രവർത്തി ഒരു പാത്രത്തിൽ പാൽ വരുത്തി. പൂച്ചയെ എടുത്ത് പാൽപാത്രത്തിൻ്റെ അടുക്കൽ നിർത്തി. രാജാവ് പിടിവിട്ടു. പൂച്ച പാൽ കുടിക്കാതെ ഒരൊറ്റ ഓട്ടം. വിദൂഷകൻ ഊറി ഊറി ചിരിച്ചു. അയാൾക്ക് 100 സ്വർണ്ണ നാണയങ്ങൾ രാജാവ് സമ്മാനിച്ചു. ഉത്തരഭാരതത്തിൽ മുഗളന്മാർ ആധിപത്യം സ്ഥാപിച്ച സന്ദർഭം. അവരുമായി ഉടനെ യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് കൃഷ്ണദേവരായർക്ക് നന്നായി അറിയാം. അതിനായി തൻ്റെ സൈന്യബലം പരിഷ്കരിക്കണം ചക്രവർത്തി തീരുമാനിച്ചു. സൈന്യത്തിൽ അശ്വവിഭാഗമാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം കുറേയധികം കുതിരകളെ വരുത്തി. ഓരോ കുതിരയെയും ഓരോ പൗരനും വളർത്തണം. ഇതാണ് രാജാവിൻ്റെ കൽപ്പന. കുതിരയെ പോറ്റി വളർത്താനുള്ള പണം ചക്രവർത്തി ഖജനാവിൽ നിന്നും കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഒരു നിബന്ധന മാത്രം. 3 മാസം കൂടുമ്പോൾ അവർ കുതിരകളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം. ചക്രവർത്തിയെ കാണിച്ച് ബോധ്യപ്പെടുത്തണം. മൊത്തം 1000 കുതിരകൾ ഉണ്ടായിരുന്നു. അവയെ 1000 പൗരന്മാർക്ക് വീതിച്ചു കൊടുത്തു. 1000 പൗരന്മാരിൽ ഒരാളായിരുന്നു രാമൻ. രാമനും കിട്ടി ഒരു കുതിരയെ. രാമന് സന്തോഷമായി. മാസം തോറും നല്ലൊരു വരുമാനം കിട്ടുമല്ലോ. കുതിരയെ സംരക്ഷിക്കുവാൻ വേണ്ടി
കൊട്ടാരത്തിൽ നിന്നും കൊടുത്ത പണം രാമൻ സ്വന്തം ആവശ്യത്തിന് ചെലവാക്കിക്കൊണ്ടിരുന്നു. രാമന്റെ കുതിരയുടെ കാര്യമാണ് കഷ്ടം. ഒരിരുട്ടുമുറിയിൽ രാമൻ കുതിരയെ അടച്ചു. മുറിക്കകത്തേക്ക് വായു കടക്കുവാൻ ചെറിയൊരു ദ്വാരമുണ്ട്. അതുകൊണ്ട് കുതിരയ്ക്ക് ശ്വാസം മുട്ടിയില്ല. കുതിരയ്ക്കുള്ള ആഹാരം എന്തായിരുന്നുവെന്നോ? വല്ലപ്പോഴും ഒരു പിടി വൈക്കോൽ. രാമൻ ദ്വാരത്തിലൂടെ അല്പം വൈക്കോൽ നീട്ടിവയ്ക്കും. കുതിര ആർത്തിയോടെ അത് കടിച്ചു തിന്നും. മാസം 3 കഴിഞ്ഞു. കുതിരകളെ കൊട്ടാരത്തിൽ കൊണ്ടുവരാൻ ചക്രവർത്തി ഉത്തരവിട്ടു. എല്ലാ പൗരന്മാരും കൃത്യദിവസം തന്നെ കുതിരകളെ കൊട്ടാരത്തിൽ ഹാജരാക്കി. രാജാവ് ഓരോ കുതിരയെയും സസൂക്ഷ്മം പരിശോധിച്ചു. കുതിരകൾക്കൊന്നിനും യാതൊരു കുഴപ്പവുമില്ല. എല്ലാം നന്നായി തടിച്ചു കൊഴുത്തിട്ടുണ്ട്. പൗരന്മാർ തൻ്റെ ആജ്ഞ അനുസരിക്കുന്നവരാണ്. ചക്രവർത്തിക്ക് സന്തോഷമായി. ഒടുവിലാണ് ചക്രവർത്തി കുതിരകളെ എണ്ണിയത്. 999. ഒരു കുതിരയുടെ കുറവുണ്ട്. ചക്രവർത്തി അന്വേഷിച്ചു. ആരാണ് കുതിരയെ ഹാജരാക്കാതിരുന്നത്? ഒടുവിൽ ആളെ കിട്ടി. കൊട്ടാരം വിദൂഷകനായിരുന്ന രാമനാണ് കുതിരയെ ഹാജരാക്കാതിരുന്നത്. ചക്രവർത്തി രാമനെ വരുത്തി. എന്താ രാമ നിന്റെ കുതിരയെ കൊണ്ടുവരാതിരുന്നത്? ചക്രവർത്തി ചോദിച്ചു. തിരുമനസേ, എൻ്റെ കുതിര മഹാവികൃതിയാണ്. എൻ്റെ നിയന്ത്രണത്തിൽ അവൻ നിൽക്കില്ല. അതെന്നെ ചവിട്ടാനും കുത്താനും വരുന്നു. ഏറ്റവും മികച്ച അശ്വസേനാനിയെ അയച്ചാൽ കുതിരയെ കൊടുത്തുവിടാം. കുതിരയെ കൊണ്ടുവരാൻ അശ്വസേനയുടെ സേനാനിയെ തന്നെ ചക്രവർത്തി നിയോഗിച്ചു. അശ്വസേനാ നായകൻ രാമൻ്റെ വീട്ടിലെത്തി. എവിടെയാണ് കുതിര? അയാൾ അന്വേഷിച്ചു. അതാ ആ മുറിയിൽ. ഇരുളടഞ്ഞ മുറി രാമൻ സേനാനായകന് കാണിച്ചു കൊടുത്തു. ഈ മുറിയിൽ കുതിരയെ കെട്ടിയിരിക്കുന്നത് എന്തിനാണ്? അയാൾ ചോദിച്ചു. അവന് വെളിയിൽ വിടാൻ പറ്റില്ല. അവൻ മഹാവികൃതിയാണ്. കണ്ണിൽ കാണുന്നവരെ എല്ലാം ഉപദ്രവിക്കും. നിങ്ങൾ ആ ദ്വാരത്തിലൂടെ തല അകത്തേക്ക് കടത്തൂ. അപ്പോൾ കാണാം അവൻ്റെ വികൃതി. അശ്വസേനാനി ചുമരിൻ്റെ അടുത്തേക്ക് നടന്നു. ദ്വാരത്തിലൂടെ തല അകത്തേക്കിട്ടു. എന്താണിത്? ആരോ എൻ്റെ താടിമീശ പിടിച്ചു വലിക്കുന്നു. രോമങ്ങൾ പറഞ്ഞു പോകുന്നത് പോലെ. വേദന സഹിക്കാൻ വയ്യ. അയാൾ തല പുറത്തേക്കെടുക്കാൻ നോക്കി. പറ്റുന്നില്ല. വേദന കൊണ്ട് അയാൾ പുളഞ്ഞു. സംഗതി എന്തായിരുന്നുവെന്നോ? കുതിരയ്ക്ക് വൈക്കോൽ നീട്ടിക്കൊടുത്തിരുന്നത് ഈ ദ്വാരത്തിലൂടെയായിരുന്നു. ദ്വാരത്തിലൂടെ താടിയകത്തേക്ക് നീണ്ടപ്പോൾ കുതിര വിചാരിച്ചു വൈക്കോലാണെന്ന്. അശ്വസേനാനിയുടെ താടിയുടെ കുറേ ഭാഗം കുതിര വലിച്ചു പറിച്ചെടുത്തു. കുതിരയുടെ കടി അയഞ്ഞ തക്കത്തിന് അശ്വസേനാനി തല പുറത്തേക്ക് വലിച്ചു. ചക്രവർത്തി വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തി. ഇത്തരമൊരു സംഭവം ആദ്യമായാണ് ആ രാജ്യത്ത് നടക്കുന്നത്. ചക്രവർത്തി അകത്തു കയറി. ഇത്ര വീരനായ കുതിരയെ ഒന്ന് കാണുക തന്നെ. കുതിരയെ കണ്ടപ്പോൾ ചക്രവർത്തിക്ക് ദുഃഖം തോന്നി. എല്ലും തോലും മാത്രമായ ഒന്ന്. അതിന് തീറ്റ കിട്ടാറില്ലെന്ന് സ്പഷ്ടം. രാമ, നിന്റെ ഈ കുതിരക്ക് ഒന്നും കൊടുക്കാറില്ലേ? ചക്രവർത്തി ദേഷ്യം കൊണ്ട് വിറച്ചു. തിരുമേനി, കുതിരക്ക് ആഹാരമില്ലാതെ എഴുന്നേൽക്കാൻ വയ്യാതായിട്ടുണ്ട്. എന്നിട്ടും കണ്ടില്ലേ അവൻ്റെ അക്രമം? അശ്വസേനാനിയുടെ താടിമീശ അവൻ വലിച്ചു പറിച്ചെടുത്തില്ലേ? അദ്ദേഹം വളരെ കാലമായി എത്രയോ ശ്രദ്ധിച്ചു വളർത്തിക്കൊണ്ടുവന്നതാണ് ആ താടി. അവൻ്റെ ശക്തിക്ക് ഇനി വേറെ എന്ത് തെളിവ് വേണം? കുതിരക്ക് ദിവസവും തീറ്റ കൊടുത്തിരുന്നുവെങ്കിൽ എന്തായിരുന്നു ഇവിടുത്തെ സ്ഥിതി? അങ്ങൊന്ന് ആലോചിച്ചു നോക്കൂ. എനിക്കാ കാര്യം ഭാവനയിൽ കാണാൻ വയ്യ. രാമൻ പറഞ്ഞു നിർത്തി. വേണമെങ്കിൽ രാമനെ രാജാവിന് ശിക്ഷിക്കാം. അതിനുള്ള തെറ്റുകൾ രാമൻ ചെയ്തു കഴിഞ്ഞു. രാമൻ്റെ മറുപടി കേട്ടപ്പോൾ അതിലും കാര്യമുണ്ടെന്ന് രാജാവിന് തോന്നി. അദ്ദേഹത്തിൻ്റെ ദേഷ്യം കെട്ടടങ്ങി. രാമന് ഒരു ശിക്ഷയും കിട്ടിയില്ല. കൊട്ടാരം വിദൂഷകനായിരുന്നെങ്കിലും രാമനോട് ചക്രവർത്തിക്ക് നീരസമുണ്ടായിരുന്നു. രാമനെ ഒന്ന് കളിയാക്കണം എന്ന് ചക്രവർത്തിക്ക് തോന്നി. അന്യദേശത്ത് നിന്ന് വന്ന പ്രശസ്തനായ നർത്തകൻ്റെ നൃത്ത പ്രദർശനം നടക്കുന്ന അവസരം. കൊട്ടാരത്തിലെ നാടകശാലയിൽ നൃത്തം കാണാൻ കാണികൾ തിങ്ങി നിറഞ്ഞിരുന്നു. രാമൻ മാത്രം സദസ്സിലില്ല. നൃത്ത പ്രദർശനം കാണാൻ രാമനെ ചക്രവർത്തി ക്ഷണിച്ചതുമില്ല. രാമനെ അകത്തേക്ക് കടത്തി വിടരുതെന്ന് ദ്വാരപാലകരോട് ചക്രവർത്തി ആജ്ഞാപിച്ചിരുന്നു. പക്ഷേ നൃത്തത്തിൻ്റെ കാര്യം രാമൻ മണത്തറിഞ്ഞു. അകത്ത് ചെന്ന് നൃത്തം കാണുക തന്നെ രാമൻ നിശ്ചയിച്ചു.
രാമൻ ഗോപുരവാതിൽക്കലെത്തി. ദ്വാരപാലകൻ രാമനെ തടഞ്ഞു. എടോ, ആരും കാണാതെ ഒരു മൂലയിൽ ഞാൻ ഒളിഞ്ഞിരുന്നു കാണാം. എന്നിട്ട് കിട്ടുന്നതിൽ പകുതി നിനക്ക് തരികയും ചെയ്യാം. ഇനി എന്നെ കടത്തിവിട്ടുകൂടെ? രാമൻ ചോദിച്ചു. ദ്വാരപാലകൻ രാമൻ്റെ പ്രലോഭനത്തിന് വഴങ്ങി. കിട്ടുന്നതിൽ പകുതി എനിക്ക് തരുമല്ലോ? ദ്വാരപാലകൻ ചോദിച്ചു. തീർച്ചയായും, രാമൻ മറുപടി പറഞ്ഞു. ദ്വാരപാലകൻ രാമനെ അകത്തേക്ക് കടത്തിവിട്ടു. രാമൻ നാടകശാലയുടെ വാതിൽക്കലെത്തി. അവിടെയും ഒരു ദ്വാരപാലകനുണ്ട്. അയാളും രാമൻ്റെ പ്രലോഭനത്തിൽ വീണു. കിട്ടുന്നതിൽ പാതി അയാൾക്കും കൊടുക്കാമെന്ന് പറഞ്ഞു. രാമൻ നാടകശാലയിൽ കടന്ന് കാണികൾക്കിടയിൽ ചെന്നിരുന്നു. ശ്രീകൃഷ്ണൻ്റെ ചില ബാലലീലകളാണ് നർത്തകൻ അവതരിപ്പിച്ചു കൊണ്ടിരുന്നത്. ഗോപികകളുടെ വീടുകളിൽ ചെന്ന് വെണ്ണ കട്ട് തിന്നുകയാണ് ശ്രീകൃഷ്ണൻ. ഒരിക്കൽ ഒരു ഗോപിക മോഷ്ടാവിനെ കണ്ടുപിടിക്കുന്നു. അടികൊണ്ടിട്ടു ശ്രീകൃഷ്ണൻ നിന്നു ചിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ടായിരുന്നു നർത്തകൻ്റെ അഭിനയം. അഭിനയിച്ചുകൊണ്ട് അയാൾ രാമൻ്റെ അടുത്തെത്തി. രാമൻ ഒരു വടി കൊണ്ട് നർത്തകൻ്റെ തലയ്ക്കൊരടി കൊടുത്തു. നർത്തകൻ 2 കൈകൾ കൊണ്ടും തല പൊത്തിപ്പിടിച്ചു. വേദന സഹിക്കാനാവാതെ അയാൾ അലമുറയിട്ട് കരഞ്ഞു. അതിഥിയായ നർത്തകനെ അടിക്കുക, അതും ചക്രവർത്തിയുടെ മുന്നിൽ വെച്ച്. സദസ്യർക്കാർക്കും രാമൻ്റെ നടപടി രസിച്ചില്ല. ചക്രവർത്തി ദേഷ്യം കൊണ്ട് വിറച്ചു. അദ്ദേഹം കൊട്ടാരം ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി. ഞാൻ പലപ്പോഴും രാമന് വിലപ്പെട്ട സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. അവൻ എത്രയോ അഹങ്കാരിയായി മാറിയിരിക്കുന്നു. ഇത്തവണ എൻ്റെ സമ്മാനമായിട്ട് 12 അടി കൊടുക്കുക, ചക്രവർത്തി കൽപ്പിച്ചു. ചക്രവർത്തിയുടെ സമ്മാന വിവരം ഉദ്യോഗസ്ഥർ രാമനെ അറിയിച്ചു. അയ്യോ, എനിക്ക് സമ്മാനം വാങ്ങാൻ അർഹതയില്ല. പകുതി സമ്മാനം ഒരാൾക്കും പകുതി സമ്മാനം വേറൊരാൾക്കും ഞാൻ വാഗ്ദാനം ചെയ്തു പോയി. അവർക്കാണ് സമ്മാനം കൊടുക്കേണ്ടത്, രാമൻ പറഞ്ഞു. അടുത്തു നിൽക്കുന്ന ചക്രവർത്തിയും ഇത് കേൾക്കാനിടയായി. ആരാണ് ആ 2 പേർ? ചക്രവർത്തി ചോദിച്ചു. ഒന്ന് ഗോപുരത്തിലെ ദ്വാരപാലകനും മറ്റേത് നാടകശാലയിലെ ദ്വാരപാലകനും. രാമൻ സംഭവങ്ങൾ മുഴുവനും വിവരിച്ചു പറഞ്ഞു. ചക്രവർത്തി ദ്വാരപാലകരെ വരുത്തി വിവരങ്ങൾ അന്വേഷിച്ചു. ദ്വാരപാലകന്മാർ കുറ്റം സമ്മതിച്ചു. ശരി, 12 അടിയല്ലേ രാമന് കൽപ്പിച്ചത്? 6 അടി ഒരുവനും 6 അടി മറ്റവനും കൊടുക്കട്ടെ, ചക്രവർത്തി ഉത്തരവിട്ടു. അടി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അമളി ദ്വാരപാലകർക്ക് മനസ്സിലായത്. ഇനി രാമനുമായി യാതൊരു ഏർപ്പാടിനും തങ്ങളില്ലെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. 1-ലധികം തവണ ചക്രവർത്തി രാമന് വധശിക്ഷ നൽകി. അതിൽ നിന്നും വളരെ തന്ത്രപൂർവം രാമൻ രക്ഷപ്പെടുകയായിരുന്നു. ചക്രവർത്തിയെ എങ്ങനെയെങ്കിലും വെട്ടിലാക്കണം, അതായിരുന്നു രാമൻ്റെ ആലോചന. രാമൻ ആലോചിച്ച് ഒരു വഴി കണ്ടെത്തി. ആദ്യം രാജപുരോഹിതനെ പോയി കണ്ടു. അന്യദേശത്തു നിന്നും ഒരു സ്ത്രീ വന്നിരിക്കുന്നു. സുന്ദരികളിൽ സുന്ദരിയാണവൾ. തൻ്റെ വീട്ടിലാണ് താമസം. അങ്ങോട്ട് വന്നാൽ അവളെ കാണാം. ഇത്രയും വിവരങ്ങൾ പുരോഹിതനോട് പറഞ്ഞു. പുരോഹിതന് സുന്ദരിയെ കാണാൻ താൽപ്പര്യമായി. രാമൻ മറ്റൊരു നിർദ്ദേശം വച്ചു. 2 നാഴിക കഴിഞ്ഞിട്ട് വന്നാൽ മതി. വഴിക്കു വെച്ച് അങ്ങയെ ആരും തിരിച്ചറിയരുത്. സ്ത്രീയുടെ വേഷം കെട്ടി വന്നാൽ മതി. ഇത് നല്ലൊരു ഉപാധിയാണ്, പുരോഹിതന് തോന്നി. കൃത്യസമയത്തു തന്നെ എത്തിക്കൊള്ളാമെന്ന് പുരോഹിതൻ സമ്മതിച്ചു. രാമൻ നേരെ പോയത് ചക്രവർത്തിയെ കാണാനാണ്. രാജപുരോഹിതനോട് പറഞ്ഞതെല്ലാം ചക്രവർത്തിയോടും പറഞ്ഞു. സമയത്തിൽ മാത്രം അല്പം വ്യത്യാസം വരുത്തി. 3 നാഴിക ഇരുട്ടിയിട്ട് വന്നാൽ മതി എന്ന്. രാജപുരോഹിതൻ സ്ത്രീവേഷം കെട്ടുന്ന കാര്യം ചക്രവർത്തിയോ ചക്രവർത്തി സ്ത്രീവേഷം കെട്ടുന്ന കാര്യം പുരോഹിതനോ അറിഞ്ഞിരുന്നില്ല. കൃത്യസമയത്ത് തന്നെ രാജപുരോഹിതൻ രാമൻ്റെ വീട്ടിലെത്തി. കണ്ടാൽ സ്ത്രീയാണെന്നേ തോന്നും. രാമൻ അദ്ദേഹത്തെ ഒരു മുറിയിൽ കൊണ്ടുചെന്നിരുത്തി. 1 നാഴിക ക്ഷമിച്ചിരിക്കണം, അപ്പോഴേക്കും സുന്ദരി അങ്ങയെ കാണാനെത്തും, രാമൻ അറിയിച്ചു.
രാജപുരോഹിതൻ കാത്തിരുന്നു. കൃത്യം 1 നാഴിക കഴിഞ്ഞപ്പോൾ ചക്രവർത്തി സ്ത്രീ വേഷത്തിലെത്തി. കണ്ടാലോ, അതീവ സുന്ദരി. രാമൻ ചക്രവർത്തിയെ രാജപുരോഹിതൻ കാത്തിരുന്ന മുറിയിലേക്ക് ആനയിച്ചു. രാമൻ സൂത്രത്തിൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. മുറിയിൽ 2 സുന്ദരികൾ, സ്ത്രീവേഷധാരികൾ. സംഭാഷണം തുടങ്ങി. താമസിയാതെ രാജപുരോഹിതന് മനസ്സിലായി ഇത് സ്ത്രീയല്ല, ചക്രവർത്തിയാണെന്ന്. ചക്രവർത്തിക്കും മനസ്സിലായി ഇത് സ്ത്രീയല്ല, രാജപുരോഹിതനാണെന്ന്. ഇരുവരും നാണിച്ചു വിളറി. എന്തൊരു പോരായ്മ! ജനം അറിഞ്ഞാലത്തെ സ്ഥിതിയോ ഊഹിക്കാൻ പോലും വയ്യ. ഒടുവിൽ ഇരുവരും പുറത്തിറങ്ങാൻ ഭാവിച്ചു. സാധിച്ചില്ല. രാമൻ പുറത്തുനിന്ന് വാതിൽ പൂട്ടി. ഇനി എന്താ ചെയ്യുക? അകത്തുനിന്ന് രാജപുരോഹിതന്റെ അഭ്യർത്ഥന: രാമാ, വാതിൽ തുറക്കൂ, ഞങ്ങളെ മോചിപ്പിക്കൂ. അല്ലയോ ചക്രവർത്തി, അങ്ങ് ഒരു സത്യം ചെയ്യണം. മേലിൽ എനിക്ക് വധശിക്ഷ നൽകുകയില്ലെന്ന്. പുരോഹിത സ്വാമി, അങ്ങും സത്യം ചെയ്യണം. ചക്രവർത്തിയെ കൊണ്ട് സത്യം പാലിപ്പിക്കാമെന്ന്. സത്യം ചെയ്യാത്ത പക്ഷം ഇവിടെ കിടക്കേണ്ടി വരും. രാവിലെ നാട്ടുകാർ മുഴുവൻ അറിയും. രാമൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ചക്രവർത്തിയും പുരോഹിതനും സത്യം ചെയ്തു. രാമൻ ഇരുവരെയും തുറന്നുവിട്ടു. 3 പേരും ഈ സംഭവത്തെക്കുറിച്ച് പിന്നീട് ആരോടും പറഞ്ഞിട്ടില്ല.